ഹായ് ഹലോ ഫ്രണ്ട്സ്, പത്തരമാറ്റ് സീരിയലിൽ ഉടനെ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ അവന്തിയുമായിട്ടുള്ള അനിയുടെ വിവാഹ നിശ്ചയം നടക്കാൻ പാടില്ല എന്നും തൻ്റെ അനിയത്തി ആഗ്രഹിക്കുന്ന പോലെ തന്നെ അനിയുമൊത്തുള്ളൊരു ജീവിതം അവർക്ക് ഉണ്ടാവണമെന്നും അതിനുവേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കാനും എല്ലാവരെയും എതിർത്തുകൊണ്ട് നവ്യ മുന്നിട്ടിറങ്ങി നന്ദുവിൻ്റെയും അനിയുടെയും വിവാഹമൊക്കെ നടത്താനായിട്ട് തീരുമാനിക്കുമ്പം അനന്തപുരിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അഭിയും ജലജയും അവന്തികയൊക്കെ ശക്തമായിട്ട് ഇതിനെ എതിർക്കുകയും അതുപോലെ തന്നെ ഓരോന്ന് പറഞ്ഞ് ജാനകിയെ ചൂട് പിടിപ്പിക്കുകയും ഈ വിവാഹം ഒരിക്കലും നടക്കാൻ സമ്മതിക്കരുതെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഒടുവിൽ എല്ലാവരെയും എതിർത്തുകൊണ്ട് അഭിയും അവന്തികയും എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നും അനിയെ വിവാഹം കഴിക്കണമെന്ന് അവന്തിക എന്തിനാണ് പറയുന്നതെന്നൊക്കെയുള്ളത് തെളിവ് സഹിതം എല്ലാവരുടെ മുമ്പിൽ തെളിയിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അഭിയുടെയും അവന്തികയുടെയും എല്ലാ കള്ളക്കളികളും പൊളിച്ചടുക്കുകയാണ് നവ്യ. ആ ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ മൂർത്തിസ് ജ്വല്ലറിയും എൻ ജ്വല്ലറിയും തമ്മിൽ വലിയൊരു കോമ്പറ്റീഷൻ നടക്കാൻ പോവുകയാണല്ലോ. ആ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാനുള്ള ഡിസൈൻസ് ഒക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് നയന. നയനയുടെ ആരോഗ്യം പോലും നോക്കാതെ നയനയെടുത്ത് നമുക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടെന്നൊക്കെ അനി വന്ന് മുത്തശ്ശനോട് മുത്തശ്ശിയോടൊക്കെ പറയുന്നുണ്ട്. അതിനു മുമ്പ് തന്നെ നയനയെ കണ്ട് ഈ കോമ്പറ്റീഷന്റെ പ്രാധാന്യത്തെക്കുറിച്ച് മുത്തശ്ശൻ നയനോട് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നയന ഈ ഹാർഡ് വർക്ക് ഒക്കെ ചെയ്യുമ്പോൾ നയനക്ക് പ്രത്യേകിച്ച് ക്ഷീണമൊന്നും തട്ടാതിരിക്കാനായിട്ട് മുത്തശ്ശൻ കുറേ ആയുർവേദ മരുന്നൊക്കെ കൊണ്ട് നയനെ ഏൽപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നാൽ ഇതൊന്നും തന്നെ ആരും അറിയുന്നുമില്ലല്ലോ. ആ കോമ്പറ്റീഷൻ നടക്കുന്ന സമയത്ത് നയനെ കൂടി കൊണ്ടുപോകാനായിട്ടുള്ള പ്ലാനിങ്ങിലാണ് അനി. എന്നാൽ നയനേട്ടത്തിക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്ത് നയനേട്ടത്തിയെ പ്രോത്സാഹിപ്പിക്കുന്നത് ആദർശേട്ടനാണല്ലോ. അങ്ങനെയുള്ളപ്പോൾ ആദർശേട്ടനെ കൂടെ കൂട്ടിയാലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ടെന്നൊക്കെ അനി പറയുമ്പോഴേക്കും മുത്തശ്ശൻ അതിനെ സമ്മതിക്കുന്നില്ല കേട്ടോ. മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇവിടെ നയനമോളെ കൂട്ടിക്കൊണ്ട് പോകുന്നതിനോട് പോലും എനിക്ക് വലിയ താല്പര്യമില്ല. ഇപ്പോൾ കമ്പനിയുടെ MD സ്ഥാനത്തിരിക്കുന്നത് നീയാണ്. അതുകൊണ്ട് തന്നെ കമ്പനിക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ ക്രെഡിറ്റും MDക്ക് തന്നെയാണെന്നൊക്കെ പറഞ്ഞ് ആദർശനെ കൂടെ കൂട്ടാൻ സമ്മതിക്കുന്നില്ല കേട്ടോ. അങ്ങനെ ആ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാനായിട്ട് അനിയുടെ കൂടെ നയനെ മാത്രം കൂട്ടിക്കൊണ്ട് പോയാൽ മതി എന്ന് തന്നെ പറയുകയാണ്. എന്നിട്ട് അനി നേരെ ഈ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യാനായിട്ട് ഗസ്റ്റ് ഹൗസിലേക്ക് വരികയാണ്. വന്നതിന് ശേഷം ആദർശനോട് പറയുന്നുണ്ട്, ആദർശേട്ടനെ കൂടെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് ഞാൻ മുത്തശ്ശൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴേക്കും മുത്തശ്ശൻ ഒരു തരത്തിലും അടുക്കുന്നില്ല. ഭയങ്കര ദേഷ്യത്തിൽ തന്നെയാണ് മുത്തശ്ശൻ ഇപ്പോഴും സംസാരിക്കുന്നത്. എന്നാലും മുത്തശ്ശൻ ഇപ്പം കാണിക്കുന്നത് വല്ലാത്തൊരു വാശി തന്നെയാണ്. ഇത്രയധികം ആദർശേട്ടനോട് ദേഷ്യം കാണിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും നയനയ്ക്ക് ചെറിയ ചിരിയൊക്കെയാണ് വരുന്നത്. കാരണം നയനയ്ക്ക് സത്യങ്ങളൊക്കെ അറിയാമല്ലോ. ആദർശ് പറയുന്നുണ്ട്, അതൊന്നും നീ കാര്യമാക്കണ്ട. എന്തായാലും കോമ്പറ്റീഷനിൽ പോയി നിങ്ങൾ വിജയിച്ചു വരണം. നാഗേന്ദ്രന്റെയും അബിയുടെയും കള്ളക്കളികളെല്ലാം ഇപ്പം നമുക്ക് മനസ്സിലായല്ലോ. AN ജ്വല്ലറിയുടെ നാശം കണ്ടിട്ടേ ഞാൻ ഇനി അനന്തപുരിയിലേക്ക് വരുവുള്ളൂ. എന്തായാലും മുത്തശ്ശന് മുമ്പിൽ എനിക്ക് തലയെടുപ്പോട് കൂടി തന്നെ നിൽക്കണം. നമ്മുടെ കുടുംബത്തിനെയും നമ്മുടെ ജ്വല്ലറിയൊക്കെ താഴ്ക്കാൻ നോക്കുന്ന യഥാർത്ഥ ശത്രുവിനെ ഞാൻ കണ്ടെത്തിയെന്നും അവരെ തറ പറ്റിച്ചെന്നുള്ള ഒരു സന്തോഷ വാർത്തയായിട്ടായിരിക്കും ഞാൻ അനന്തപുരയിലേക്ക് എത്തുന്നതെന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് അവിടെ വെച്ച് നന്ദുവിനെ കാണുമ്പോഴാണ് ആ നന്ദുവിനെ അന്ന് അവർ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയ കാര്യങ്ങളും അവിടെ തല്ലുണ്ടായതും അവിടുന്ന് നന്ദുവിനെ രക്ഷപ്പെടുത്തി ഗസ്റ്റ് ഹൗസിലേക്ക് കൊണ്ടുവന്ന കാര്യങ്ങളെല്ലാം തന്നെ അനി അറിയുന്നത്. അതറിഞ്ഞാൽ എനിക്ക് ആകെ വിഷമാവുന്നുണ്ട്. ഇങ്ങനൊരു സംഭവം നടന്നിട്ടും എന്നെ ആരും അറിയിച്ചുമില്ല, ഞാൻ ഇതൊന്നും അറിഞ്ഞില്ലല്ലോ എന്നൊക്കെ ഓർത്തുകൊണ്ട് തന്നെ നന്ദു വല്ലാതെ വിഷമിച്ചാണ് ഗസ്റ്റ് ഹൗസിൽ നിന്ന് പോകുന്നതും. അതിനിടയിൽ ആദർശം നയനയും കൂടെ ഇവരുടെ ബന്ധത്തെക്കുറിച്ചും ഇവരിടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ടെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവർക്കിട്ടൊരു കൊട്ടു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാലും ഗസ്റ്റ് ഹൗസിൽ നിന്ന് അവർക്ക് പിടികൊടുക്കാതെ തന്നെ അനി അവിടുന്ന് പോവുകയും ചെയ്യുന്നുണ്ട്. അനി വിളിക്കുമ്പോൾ പോലും നന്ദുവിന് ഫോൺ എടുക്കാൻ പറ്റാത്തതും മെസ്സേജിന് റീപ്ലൈ കൊടുക്കാൻ പറ്റാത്തതും ഒക്കെ നയന എപ്പോഴും കൂടെ ഉള്ളത് കൊണ്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നന്ദുവിന് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചതിൻ്റെ പിന്നിലെ AN ജ്വല്ലറിക്കാർ തന്നെയാണെന്നൊക്കെ ആദർശ് പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അവരോടുള്ള ദേഷ്യം ഇരട്ടിക്കുകയാണ് എനിക്ക്. അനി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇവരെ എത്രയും പെട്ടെന്ന് തറ പറ്റിച്ചേ പറ്റുള്ളൂ. എന്തായാലും ഈ ഒരു കോമ്പറ്റീഷനിൽ നമ്മൾ തന്നെ വിജയിക്കണം. ഇപ്പം AN ജ്വല്ലറിയും മൂർത്തിസ് ജ്വല്ലറിയും സമാസമായി നിൽക്കുകയല്ലേ. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അവരെ തകർക്കാനായിട്ട് ഈ കോമ്പറ്റീഷൻ നമുക്ക് തന്നെ കിട്ടിയേ പറ്റുള്ളൂ. ഇവിടെ ഒരു തരത്തിലും നമ്മൾ പിന്നോട്ട് പോകാൻ പാടില്ല. അതുപോലെ എൻ്റെ നന്ദുവിനെ ഉപദ്രവിക്കാൻ നോക്കി അവരെ ആരെയും ഞാൻ വെറുതെ വിടില്ല. അവരെ എല്ലാവരെയും ഞാൻ ഇടിച്ചൊരു പരുവാക്കും തന്നെ പറയുകയാണ് കേട്ടോ അനി. അങ്ങനെ അനി അവിടുന്ന് പോയെങ്കിലും അനിയുടെ മനസ്സിൽ ഈ കാര്യങ്ങൾ തന്നെയാണ്. ഇതിനിടയിൽ AN ജ്വല്ലറിയിലെ നാഗേന്ദ്രയും അബിയും അതുപോലെ ഡേവിഡും ഒക്കെ കൂടി മാളവികയുടെ മേൽ നന്നായിട്ട് പ്രഷർ ചെയ്യുന്നുണ്ട്. കാരണം അന്ന് സ്വിറ്റ്സർലൻഡ് കമ്പനിയിലെ ഡീല് ഇവർക്ക് സ്വന്തമാക്കാൻ കഴിയാതെ പോയല്ലോ. ഇവരെക്കാളും ഒരു പടി മുന്നിൽ ആ ഡീല് സ്വന്തമാക്കിയത് മൂർത്തിസ് ജ്വല്ലറി അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു അമർഷവും ആ ഡീല് നഷ്ടപ്പെട്ടതിൻ്റെ ആ ഒരു സങ്കടമൊക്കെ നമ്മുടെ ഡേവിഡ് മാളവികയുടെ അടുത്ത് കാണിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതൊരു അവസരമാക്കി കണ്ടുകൊണ്ട് തന്നെ മാളവികയുമായിട്ട് കൂടുതൽ അടുക്കാൻ നോക്കുകയാണ് അബി. മാളവിക എങ്ങനെയെങ്കിലും തൻ്റെ വലയിലാക്കണം എന്നുള്ളൊരൊറ്റ ഉദ്ദേശത്തിൽ തന്നെ മാളവിയോട് ഇച്ചിരി അടുത്ത് പെരുമാറാൻ നോക്കുന്നുണ്ട് അബി. എന്നാൽ അബിയുടെ ഈ ഒരു നോട്ടവും സംസാരവും അബിയുടെ ഈ ഒരു പ്രവൃത്തികളും ഒന്നും തന്നെ മാളവിക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. മാളവിക്ക് അത് വല്ലാത്ത ബുദ്ധിമുട്ടാവുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ മാളവികയോടുള്ള അബിയുടെ സമീപനമൊക്കെ കണ്ടിട്ട് നവ്യക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്.
അബിയും ഡേവിഡിനെയും അതുപോലെ ഏഞ്ചലുകാരുടെ തലപ്പത്തിരിക്കുന്നവരെയെല്ലാം തകർത്ത് തരിപ്പണമാക്കാൻ തന്നെ കാത്തിരിക്കുകയാണ് നമ്മുടെ നവ്യ. അതിനുവേണ്ട സഹായങ്ങളൊക്കെ നവ്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുമുണ്ട്. അതുപോലെ തന്നെ നവ്യ മാളവികയുടെ പിന്നിലെ രഹസ്യങ്ങളും മനസ്സിലാക്കുന്നുണ്ടല്ലോ. ആദർശന്റെ നിർദ്ദേശപ്രകാരമാണ് മാളവിക ജ്വല്ലറിയിലെ ഡിസൈനറായിട്ട് കയറിയതെന്നും മാളവിക വരച്ചു കൊടുക്കുന്ന ഡിസൈൻസ് എല്ലാം തന്നെ തൻ്റെ അനിയത്തി നയന ഡിസൈൻ ചെയ്ത ഡിസൈനുകളാണെന്നൊക്കെ നമ്മുടെ നവ്യ തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട്. മാളവികൻ തന്നെ പോലെ തന്നെ ജ്വല്ലറി എന്ന സാമ്രാജ്യം തകർക്കാൻ വേണ്ടി അവളെ കൊണ്ട് കഴിയും പോലെ മൂർത്തി ജ്വല്ലറിയെ സഹായിക്കുകയാണെന്നൊക്കെ ഉള്ളത് നവ്യ മനസ്സിലാക്കുന്നുണ്ട്. മാളവികയുടെ ഉദ്ദേശം മനസ്സിലാക്കിയിട്ടാണ് നവ്യ പലപ്പോഴും മാളവികയെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്നതും. അബിയും ഡേവിഡും മാളവിക ഒരുപാട് പ്രഷർ ചെയ്യുമ്പം നവ്യ അവിടെ ഇടപെട്ട് മാളവികയുടെ ഡിസൈൻസ് ഒക്കെ വളരെ നന്നായിട്ട് തന്നെ വരയ്ക്കുന്നുണ്ടെന്നും അവൾ ഇപ്രാവശ്യത്തെ കോമ്പറ്റീഷൻ നമുക്ക് തന്നെ നേടിത്തരും എന്നൊക്കെ പറഞ്ഞ് അവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആദർശിന്റെ ഫോണിലേക്ക് ഒരു അജ്ഞാത സന്ദേശം കൂടി അയക്കുന്നുണ്ട്. കാരണം മാളവിക ജ്വല്ലറിക്ക് നൽകുന്ന ഡിസൈൻസ് എല്ലാം തന്നെ നയന വരച്ചതാണെന്നും മാളവിക കളക്ഷൻസും നയന കളക്ഷൻസും ഒരേ ആൾ വരയ്ക്കുന്ന ഡിസൈൻസ് ആണെന്നൊക്കെ ഉള്ളത് കണ്ടുപിടിച്ചെന്നുള്ളൊരു മെസ്സേജാണ് കേട്ടോ അയക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു കോമ്പറ്റീഷൻ മൂർത്തിസ് ജ്വല്ലറി തന്നെ സ്വന്തമാക്കും എന്നുള്ള രീതിയിലാണ് നവ്യ ആ മെസ്സേജ് അയക്കുന്നതും. ഈ മെസ്സേജ് കണ്ടിട്ട് നയനയ്ക്കും ആദർശനൊക്കെ ചെറിയൊരു സംശയം ആവുന്നുണ്ട്. എന്തായാലും ഇവർ നമുക്ക് ഉപദ്രവമല്ല ചെയ്യുന്നത്, നമ്മളെ സഹായിക്കാനാണ് നോക്കുന്നത്. ജ്വല്ലറിയിലുള്ളവർ നമ്മളെ ഉപദ്രവിക്കാനുള്ള ഓരോ പ്ലാനിങ് ചെയ്യുമ്പോഴും നമുക്കൊക്കെ വേണ്ട സമയത്ത് ഓരോ സന്ദേശങ്ങൾ അയച്ച് നമ്മളെ ഹെൽപ്പ് ചെയ്യുകയല്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് അതിൻ്റെ പിന്നിൽ ആരാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ ഞാൻ മെനക്കെട്ടില്ല എന്നൊക്കെ നമ്മുടെ ആദർശ് പറയുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ മാളവികയുടെ കാര്യം ഓർത്ത് നവിക്കും ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്. എന്താന്ന് വെച്ചാൽ ഈ ഒരു കോമ്പറ്റീഷൻ അവർക്ക് നഷ്ടമായി കഴിയുമ്പോഴേക്കും മാളവികയുടെ പിന്നിലുള്ള ചരിത്രങ്ങളൊക്കെ ഇവർ അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ മാളവിക നേരത്തെ മൂർത്തി ജ്വല്ലറിൽ ജോലി ചെയ്തിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടി നയന വരച്ചു കൊടുക്കുന്ന ഡിസൈൻസ് തന്നെയാണ് മാളവിക കളക്ഷൻ എന്ന പേരിൽ ജ്വല്ലറിയിൽ ആഭരണങ്ങളാക്കുന്നതെന്നുള്ളതൊക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ മാളവിക കൊല്ലാൻ പോലും മടിക്കില്ല എന്നുള്ളതൊക്കെ നവ്യയ്ക്ക് അറിയാം. അതുകൊണ്ട് തന്നെ മാളവികയുടെ ലൈഫും അത്ര സേഫ് അല്ലെന്നുള്ളത് നമ്മുടെ നവ്യ മനസ്സിലാക്കുന്നുണ്ട്. അതിനെന്തെങ്കിലും ഒരു പോംവഴി കാണണമെന്നും അബി വരച്ച വലയിൽ ഒരിക്കലും മാളവിക വീഴാൻ പാടില്ലെന്നൊക്കെ നവ്യ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇതിനൊക്കെ ശേഷം നമ്മുടെ നന്ദു തിരിച്ച് നന്ദാവനത്തിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. കനയ്ക്കും ഗോവിന്ദനും നന്ദൂര് നെറ്റിയിലെ മുറിവൊക്കെ കാണുമ്പോഴേക്കും തന്നെ നല്ല പേടിയാകുന്നുണ്ട്. അവർ കാര്യങ്ങളെല്ലാം ചോദിച്ചറിയുകയും ചെയ്യുകയാണ് കേട്ടോ നന്ദുവിൻ്റെ അടുത്ത്. എന്നാൽ ജ്വല്ലറി റെഡി ചെയ്തതിനും ഡേവിഡിനെ അറസ്റ്റ് ചെയ്തതിനും ഒക്കെ അവർ പകരം വീട്ടിയതാണെന്നും ഗുണ്ടകളെ വെച്ച് തട്ടിക്കൊണ്ടുപോയി ആക്രമിക്കാൻ നോക്കിയതാണെന്നും കറക്റ്റ് സമയത്ത് ആദർശേട്ടൻ അവിടെ എത്തി എന്നെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയതാണെന്നും ഒക്കെ നന്ദു പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ കനയ്ക്കും ഗോവിന്ദനും ഒരുപാട് പേടിയാവുന്നുണ്ട്. എന്നിട്ട് നയനയെ വിളിച്ചിട്ടും കനക ഈ ഒരു വിഷമമൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. നന്ദു ഇനി കാക്കിയിട്ട് ജോലി ചെയ്യുന്നതിനോട് അവർക്ക് വലിയ താല്പര്യമില്ലെന്നും അവളെ എത്രയും പെട്ടെന്ന് തന്നെ കല്യാണം കഴിപ്പിച്ച് വിടണമെന്നൊക്കെ നമ്മുടെ കനകയും ഗോവിന്ദനും വളരെ സീരിയസ് ആയിട്ട് തന്നെ ആദർശിനടുത്തും നയനയുടെ അടുത്തും പറയുന്നുണ്ട്. അപ്പം നന്ദു അതിനെ ശക്തമായിട്ട് തന്നെ എതിർക്കുകയും ചെയ്യുന്നുണ്ട്. എനിക്കിപ്പോൾ കല്യാണം കഴിക്കാൻ ഒട്ടും താല്പര്യമില്ലെന്നും എന്നെ അതിനുവേണ്ടി നിർബന്ധിക്കേണ്ടെന്നും ഒക്കെ പറഞ്ഞ് നന്ദു കനകയോടും ഗോവിന്ദനോടും ദേഷ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇവളെ ഇങ്ങനെ വിട്ടിട്ട് കാര്യമില്ല, ഇവളുടെ സമ്മതം നോക്കിയിരുന്നിട്ട് കാര്യമില്ല, എത്രയും പെട്ടെന്ന് തന്നെ ഇവൾക്ക് നല്ലൊരു പയ്യനെ കണ്ടുപിടിച്ച് ഇവളുടെ വിവാഹം നടത്തി കൊടുക്കണമെന്ന് തന്നെ നമ്മുടെ കനകയും ഗോവിന്ദനും കൂടി തീരുമാനിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ വിവരങ്ങളെല്ലാം തന്നെ നന്ദു വിളിച്ചിട്ട് അനിയോട് പറയുകയാണ്. അപ്പോൾ അനിയും പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാ നന്ദു, ഇവിടെയും അത് തന്നെ അവസ്ഥ. അവന്തിയുമായിട്ടുള്ള വിവാഹ നിശ്ചയം എത്രയും പെട്ടെന്ന് നടത്തണമെന്നും പറഞ്ഞ് മുത്തശ്ശനും മുത്തശ്ശി ഉൾപ്പെടെ എല്ലാവരും എന്നെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളെ കല്യാണം കഴിക്കാൻ എനിക്ക് ആവില്ലെന്നും ഞാൻ അവളെ ഒരു പെങ്ങളെ പോലെ മാത്രമേ കണ്ടിട്ടുള്ളൂ എന്നൊക്കെ ഞാൻ എല്ലാവരോടും പറഞ്ഞു. പക്ഷെ എൻ്റെ അഭിപ്രായം ആരും ഇവിടെ കേൾക്കാൻ പോലും കൂട്ടാക്കുന്നില്ല. എത്ര പറഞ്ഞിട്ടും ആർക്കും അത് മനസ്സിലാകുന്നുമില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, ഈ വിവാഹ നിശ്ചയം നടത്താൻ ഞാൻ സമ്മതിക്കില്ല. എൻ്റെ മനസ്സിലുള്ളത് ഞാൻ മുത്തശ്ശനോടും മുത്തശ്ശിയോടും തുറന്നു പറഞ്ഞതാ. എന്നിട്ട് അവർ പോലും അവരുടെ തീരുമാനം മാറ്റാൻ തയ്യാറാകുന്നില്ല. അവന്തിയോട് എനിക്കൊരു ചെറിയ അടുപ്പമൊക്കെ തോന്നി തുടങ്ങിയതായിരുന്നു. ഇപ്പം അവളെ കാണുന്നത് പോലും എനിക്ക് വെറുപ്പായി തുടങ്ങി. അയർലൻഡിൽ പോയി വന്നതിന് ശേഷം അവളുടെ സ്വഭാവത്തിൽ നല്ല മാറ്റമൊക്കെ ഉണ്ടായിരിക്കാം. എന്നാലും അവൾ അപ്പച്ചിയുടെ മോളല്ലേ, അബി എന്ന രാക്ഷസന്റെ അനിയത്തിയല്ലേ. എപ്പോഴും അവളുടെ സ്വഭാവം മാറുന്നതെന്ന് ആർക്കറിയാം. അവളെ കല്യാണം കഴിച്ച് ഒരു കുടുംബജീവിതം നയിക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. എനിക്കതിനൊട്ടും കഴിയില്ല. എൻ്റെ മനസ്സിൽ ഒരു പെണ്ണേ ഉള്ളൂ, അത് നീ മാത്രമാണ് നന്ദു. നിന്നെ കല്യാണം കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് ഇനി ജീവിതത്തിൽ ഒരു കല്യാണമേ വേണ്ട. കല്യാണം കഴിക്കാതെയും ജീവിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെ പോലെ തന്നെ ഞാൻ അങ്ങ് ജീവിച്ചു പോകും. അല്ലാതെ നിന്നെ കണ്ട സ്ഥാനത്ത് വേറൊരു പെണ്ണിനെ കാണാൻ എനിക്കിനി ആവില്ല എന്നൊക്കെ തന്നെ അനി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്ദു ചോദിക്കുന്നുണ്ട്, അതിന് നിനക്ക് കഴിയുമോ അനിയെന്ന്. കാരണം നിന്റെ അമ്മയും അച്ഛനും മുത്തച്ഛനും മുത്തശ്ശിയും ആദർശേട്ടനും നയനടത്തി ഉൾപ്പെടെ എല്ലാവരും നിന്നെ ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. പോരാത്തതിന് അവന്തിക്കാണെങ്കിലും നിന്നെ കല്യാണം കഴിച്ച് അടങ്ങുള്ളൂ എന്നുള്ള ഒരൊറ്റ വാശിയിലിരിക്കുകയല്ലേ. അങ്ങനെയുള്ളപ്പോൾ നിന്റെ സമ്മതം ആരെങ്കിലും നോക്കുവോ? അവളെ എത്രയും പെട്ടെന്ന് നിന്റെ തലയെ കെട്ടിവെക്കാനേ അവർ നോക്കുകയുള്ളൂ എന്നൊക്കെ നന്ദു പറയുമ്പോഴേക്കും അനി പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ജീവിതം തന്നെ അവസാനിപ്പിക്കും നന്ദു. നിനക്കറിയാവില്ല നന്ദു, എനിക്ക് നിന്നെ നഷ്ടമാവും എന്നറിഞ്ഞപ്പോഴേക്കും തന്നെ ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ തയ്യാറായതാ. ഒന്നല്ല പല പ്രാവശ്യം. അപ്പോഴേക്കും അവസാന വിധി എനിക്ക് അനുകൂലമായിട്ടാണ് വന്നിട്ടുള്ളത്. ആ ഒരു പ്രതീക്ഷയാണ് എനിക്ക് ഇപ്പോഴും ഉള്ളത്. എന്തായാലും ഞാനൊരു കാര്യം തീരുമാനിച്ചു. ബാക്കിയുള്ളവരുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ജീവിതം നശിപ്പിക്കാൻ തയ്യാറല്ല.
എനിക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട പെണ്ണുമായിട്ട് മാത്രമേ എനിക്കൊരു കുടുംബജീവിതം ഉള്ളൂ. ബാക്കിയുള്ളവരുടെ സന്തോഷം നോക്കി എൻ്റെ ജീവിതം തുലയ്ക്കാൻ ഞാൻ തയ്യാറല്ല എന്നൊക്കെ തന്നെ അനി പറയുകയാണ്. എന്നിട്ട് അനി നന്ദുവിനോടും പറയുന്നുണ്ട്, നീ നിന്റെ തീരുമാനത്തിൽ ഉറച്ചു തന്നെ നിൽക്കണം നന്ദു. വേറെ വിവാഹം കഴിക്കാൻ നിനക്ക് താല്പര്യമില്ല എന്നുള്ളൊരു സ്റ്റാൻഡിലേക്ക് നീ എത്തണം. അന്നത്തെ പോലെ നിന്റെ അമ്മ എന്തെങ്കിലും ബുദ്ധിമോശം കാണിക്കുമെന്നൊക്കെ ഓർത്ത് നീ വിവാഹത്തിന് സമ്മതിക്കരുത്. എന്തു വന്നാലും നേരിടാൻ തയ്യാറായ ഞാൻ നിൽക്കുന്നത്. അതുപോലെ തന്നെ നീ ഉറച്ച തീരുമാനത്തിൽ നിൽക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഒന്നിക്കാനാവുള്ളൂ. നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ നമുക്ക് ഒന്നിച്ച് ജീവിക്കാൻ കഴിയത്തുള്ളൂ എന്നൊക്കെ അനി നന്ദുവിൻ്റെ അടുത്ത് ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, നമുക്ക് അനുകൂലമായിട്ട് ആരും തന്നെ നമ്മുടെ കൂടെയില്ല. പിന്നെ നമ്മുടെ വീട്ടിലുള്ളവരെല്ലാം വെറുപ്പിച്ചുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? ഇല്ല. അതുകൊണ്ട് നമുക്ക് എന്തായാലും നോക്കാം. ഇപ്പോഴുള്ള ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങി കഴിയുമ്പോഴേക്കും നമുക്ക് തന്നെ ഈ കാര്യത്തെക്കുറിച്ച് സീരിയസ് ആയ ഒരു തീരുമാനം എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ നന്ദു ഫോൺ കട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ നവ്യയുടെ മനസ്സിലും അനിയും നന്ദുവും തമ്മിൽ ഒന്നിക്കണം എന്ന് തന്നെയാണ് കേട്ടോ. കാരണം അവന്തികയുടെ ശരിക്കുള്ള ഉദ്ദേശം എന്താണെന്നൊക്കെ ഉള്ളത് നവ്യ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഇവരുടെ ഈ ഒരു വിവാഹ നിശ്ചയം എങ്ങനെയെങ്കിലും മുടക്കി അനിയും നന്ദുവും തമ്മിലുള്ള വിവാഹ നിശ്ചയം നടത്തണമെന്നും നന്ദുവിനെ അനി തന്നെ വിവാഹം കഴിക്കണം എന്നൊക്കെയുള്ള ഒരു തീരുമാനത്തിലാണ് നമ്മുടെ നവ്യ നിൽക്കുന്നത്. ഇനിയിപ്പോൾ തറവാട്ടിലെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും അതൊന്നും തന്നെ ബാധിക്കുന്നതല്ലെന്നും അതുകൊണ്ട് അഭിയും അവന്തികയും ഡേവിഡിനെയൊക്കെ തകർക്കാൻ വേണ്ടി തനിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്യാനും തയ്യാറായി തന്നെ നിൽക്കുകയാണ് നവ്യ. അങ്ങനെ നന്ദുവിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാനായിട്ട് നവ്യ തന്നെ അനിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ആദ്യമൊക്കെ അനി ഭയങ്കര മോശമായിട്ട് തന്നെയാണ് കേട്ടോ നവ്യയോട് സംസാരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ മൂർത്തി ജ്വല്ലറിയെ തകർക്കാൻ വേണ്ടി AM ജ്വല്ലറിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ നവ്യ അഭിയൊക്കെ. അപ്പോൾ അഭിയും കൂടി അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് പോയത് നവ്യ ആണല്ലോ എന്നൊക്കെ ഓർത്തിട്ടും അതുപോലെ തന്നെ മൂർത്തി ജ്വല്ലറിയുടെയും അനന്തപുരിയുടെയും ഒക്കെ ശത്രുക്കൾക്ക് വേണ്ടിയാണല്ലോ നിങ്ങൾ ഒരു ജോലിയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ ഉള്ള രീതിയിലാണ് നമ്മുടെ അനി സംസാരിക്കുന്നത്. എന്നാൽ ആ ഒരു തെറ്റിദ്ധാരണയെല്ലാം തന്നെ നമ്മുടെ നവ്യ അവിടെ തീർത്തു കൊടുക്കുകയാണ്. താൻ എന്തിനാണ് AM ജ്വല്ലറിൽ ജോലി ചെയ്യുന്നതെന്നും അഭിയും ഡേവിഡും അതുപോലെ ആ തലപ്പത്തിരിക്കുന്ന കിങ് ഓഫ് കോബ്രയും തമ്മിൽ എന്താണ് കണക്ഷൻ എന്നുള്ളത് കണ്ടുപിടിക്കാനും മൂർത്തി ജ്വല്ലറിയെ തകർക്കാൻ നോക്കുന്ന AM ജ്വല്ലറി എന്ന ശക്തിയെ തകർത്ത് തരിപ്പണമാക്കാൻ വേണ്ടി എന്നെക്കൊണ്ട് കഴിയും പോലെ സഹായങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടെന്നുള്ളതൊക്കെ നമ്മുടെ നവ്യ തന്നെ അനിയുടെ അടുത്ത് തുറന്ന് പറയുന്നുണ്ട്. ഇതൊന്നും തൽക്കാലം വേറെ ആരും അറിയണ്ടെന്നും ഇപ്പം നീയും അവന്തിയും തമ്മിലുള്ള വിവാഹ നിശ്ചയം മുടങ്ങി നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ നീയും നന്ദു ഒന്നിക്കണം എന്നൊക്കെ തന്നെ നമ്മുടെ നവ്യ പറയുന്നുണ്ട് അനിയുടെ അടുത്ത്. അപ്പം എനിക്കിത് കേൾക്കുമ്പോൾ നല്ല സന്തോഷമാകുന്നുണ്ട് കേട്ടോ. കാരണം ഒരാളെങ്കിലും തന്നെ സപ്പോർട്ട് ചെയ്തുണ്ടല്ലോ എന്നൊക്കെയുള്ളൊരു സന്തോഷത്തിലാണ് അനി. നവ്യ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴേക്കും നവ്യോട് എനിക്കും ചെറിയൊരു വിശ്വാസമൊക്കെ ആവുന്നുണ്ട് കേട്ടോ. കാരണം അവന്തിക ഇപ്പോൾ ഇവിടെ എല്ലാവരുടെയും മുമ്പിൽ സ്നേഹം നടിച്ച് നിൽക്കുന്നത് മൂർത്തിസ് ജ്വല്ലറിയുടെ MD ആയ നിന്നെ കല്യാണം കഴിച്ചതിന് ശേഷം മൂർത്തിസ് ജ്വല്ലറി കൈക്കലാക്കാനും അതുപോലെ അനന്തപുരി തറവാട് തന്നെ കൈക്കലാക്കാനും വേണ്ടിയുള്ള ഒരു പുതിയ പദ്ധതിയാണെന്നും അല്ലാതെ അവർക്ക് നിന്നോട് ആത്മാർത്ഥമായ ഇഷ്ടം ഉണ്ടായിട്ടൊന്നും അല്ലാന്നും അഭിയും ഡേവിഡും ആ AM ജ്വല്ലറിയുടെ തലപ്പത്തിരിക്കുന്നവരുടെയൊക്കെ നിർദ്ദേശപ്രകാരമാണ് അവന്തിക ഇങ്ങനൊരു നാടകം കളിക്കുന്നതെന്നൊക്കെ ഉള്ളത് നവ്യ അങ്ങ് പറയുകയാണ് നമ്മുടെ അനിയുടെ അടുത്ത്. അപ്പോൾ നവ്യ പറയുന്ന ഈ കാര്യങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം കൂട്ടിക്കഴിച്ച് നോക്കുമ്പം ഇതിലൊക്കെ എന്തോ ഒരു കണക്ഷൻ ഉണ്ടെന്നുള്ള കാര്യം നമ്മുടെ അനിക്ക് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും തൽക്കാലം ഈ രഹസ്യമൊക്കെ രഹസ്യമായിട്ട് തന്നെ ഇരിക്കണമെന്നും സമയമാകുമ്പോൾ നമ്മുടെ ശത്രുക്കൾക്കെതിരെ പ്രയോഗിക്കാനുള്ള മരുന്നാണെന്നൊക്കെ പറയുകയാണ് നമ്മുടെ നവ്യ. അങ്ങനെ അനിയും അവന്തികയും തമ്മിലുള്ള വിവാഹ നിശ്ചയം മുടങ്ങണമെന്നും അവന്തികയുടെ ശരിക്കുള്ള ഉദ്ദേശം എന്താണെന്നും അവളുടെ ശരിക്കുള്ള സ്വഭാവം എന്താണെന്നും എല്ലാവരുടെ മുമ്പിൽ തുറന്നു കാട്ടണമെന്നും അഭിയും ഡേവിഡും അവന്തികയൊക്കെ തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടെങ്കിൽ അതും കണ്ടുപിടിച്ച് മൂർത്തിസ് ജ്വല്ലറിയെ തകർക്കാൻ വേണ്ടിയാണ് ഇവരിതൊക്കെ ചെയ്യുന്നതെന്നും അതുപോലെ തന്നെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം ശേഷം നന്ദു അനിയും ഒന്നിക്കണമെന്നും നിങ്ങൾ ഒരുമിച്ചൊരു കുടുംബജീവിതം നയിക്കണമെന്നൊക്കെ നവ്യ പറയുകയാണ് കേട്ടോ. അതിന് ഈ തറവാട്ടിലുള്ള ആരെതിർത്താലും ഞാൻ തന്നെ മുന്നിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ വിവാഹ നിശ്ചയം നടത്തി തരുമെന്നും നിങ്ങൾ ഒന്നിച്ച് ജീവിക്കുന്നത് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്നൊക്കെ നവ്യ പറയുന്നുണ്ട്. അപ്പോൾ അനി തിരിച്ച് ചോദിക്കുന്നുണ്ട് നവ്യോട്, അതെങ്ങനെ സാധിക്കും? മുത്തശ്ശനും മുത്തശ്ശിയും അമ്മയും അച്ഛനും വല്യച്ഛനും വല്യമ്മയും എല്ലാവരും അവന്തികയുമായിട്ടുള്ള വിവാഹ നിശ്ചയം എത്രയും പെട്ടെന്ന് നടത്തണം എന്നല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരുടെയൊക്കെ മനസ്സ് മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും തന്നെ നവ്യ പറയുന്നുണ്ട്, അവരുടെ മനസ്സ് മാറാനുള്ള തെളിവുകളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അവന്തിയും അഭിയും സംസാരിക്കുന്ന വീഡിയോ ക്ലിപ്പൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ഞാനത് അവരെ കാണിച്ചോളാം. ഈ കല്യാണം നടത്തുന്നതിലൂടെ അവരെന്താണ് ലക്ഷ്യമാക്കിയിട്ടുള്ളതെന്നുള്ളതൊക്കെ ഞാൻ അവർക്ക് മുമ്പിൽ തെളിയിച്ചോളാം. അതുകൊണ്ട് അതോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട. എന്തായാലും നിങ്ങൾ ആഗ്രഹിച്ച പോലെ നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ നവ്യ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അനി ഇത് കേട്ട് ഒരുപാട് സന്തോഷിക്കുകയും എത്രയും പെട്ടെന്ന് തന്നെ നന്ദുവിനെ വിളിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്ദു ഇത് അറിഞ്ഞിട്ട് നന്ദുവിനും ആദ്യം വിശ്വസിക്കാനാവുന്നില്ല. പിന്നീട് നവ്യയെ വിളിച്ചിട്ട് നന്ദു ഈ കാര്യങ്ങളെല്ലാം ചോദിച്ചറിയുകയും ചെയ്യുകയാണ്. പിന്നീട് നവ്യ നയനെ കാണാനായിട്ട് ഗസ്റ്റ് ഹൗസിലേക്ക് പോവുകയും നയനോട് ഈ കാര്യങ്ങളെല്ലാം പറയുകയും ചെയ്യുന്നുണ്ട്. അനിയും അവന്തികയും തമ്മിലുള്ള വിവാഹ നിശ്ചയം നടക്കരുതെന്നും അവന്തിക ഈ വിവാഹത്തിലൂടെ ലക്ഷ്യമിടുന്നത് മറ്റു പല കാര്യങ്ങളാണെന്നൊക്കെയുള്ളൊരു സൂചനയൊക്കെ നൽകുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു വീഡിയോ ക്ലിപ്പും കൂടി അവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുകയാണ് കേട്ടോ. അത് കാണുമ്പോൾ ആദർശനും നയനയ്ക്കുമൊക്കെ നല്ല പേടിയും ആവുന്നുണ്ട്. അവന്തിക അഭിയും കൂടെ ചെയ്ത ഒരു പ്ലാനിങ് ആണ് ഇതെന്നും അവരെല്ലാവരെയും ചതിക്കാനാണ് നോക്കുന്നതെന്നൊക്കെ ഉള്ളത് ആ സമയത്താണ് നമ്മുടെ ആദർശനും നയനയ്ക്കുമൊക്കെ മനസ്സിലാവുന്നത്.
നയന എന്നിട്ടത് മുത്തശ്ശിയെ അറിയിക്കുകയും മുത്തശ്ശിയും മുത്തശ്ശനും കൂടെ ഡിസ്കസ് ചെയ്ത് അവന്തികയുടെ ശരിക്കുള്ള അവന്തിക എന്ന കള്ളിയെ വെളിച്ചത്ത് കൊണ്ടുവരാനായിട്ട് ഈ വിവാഹ നിശ്ചയത്തിൻ്റെ കാര്യങ്ങളൊക്കെ മനഃപൂർവ്വം തടസ്സപ്പെടുത്തുകയും ചെയ്യുകയാണ്. അങ്ങനെ അനിയും അവന്തികയും തമ്മിലുള്ള ആ ഒരു വിവാഹ നിശ്ചയം അവിടെ മുടങ്ങുകയാണ് കേട്ടോ. എല്ലാവരോടും ഭയങ്കര മോശമായിട്ട് സംസാരിക്കുകയും മുത്തശ്ശനോടും മുത്തശ്ശിയോടും പോലും അപമര്യാദയായി സംസാരിച്ച് അവിടെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഈ സമയത്ത് നവ്യ അവിടെ ഇടപെട്ട് അവന്തികയുടെ കരണം തീർത്തൊന്ന് പൊട്ടിക്കുകയും അവന്തികയും അഭിയും തമ്മിലുള്ള എല്ലാ കള്ളക്കളികളും പുറത്തു കൊണ്ടുവരികയും ചെയ്യുകയാണ് കേട്ടോ. അങ്ങനെ അനിയും അവന്തികയും തമ്മിലുള്ള ആ ഒരു വിവാഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ അവിടെ മുടങ്ങുകയും ജാനകിയും അജയനും ജയനും ദേവാനും ഉൾപ്പെടെ എല്ലാവരും ഈ സത്യങ്ങളെല്ലാം മനസ്സിലാക്കുകയും അവന്തികയും അഭിയെയും ആ തറവാട്ടിൽ തന്നെ പുറത്താക്കുകയും ചെയ്യുന്നുണ്ട്. അവന്തികയും അഭിയെയും ആ തറവാട്ടിൽ തന്നെ പുറത്താക്കുകയും അവർ നേരെ തിരിച്ച് നാഗേന്ദ്രൻ്റെ അടുക്കലേക്ക് ചെല്ലുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക്